ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിതാ സുഖമായിരിക്കുന്നു. ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു മാമ്പഴ പുളിശ്ശേരി റെസിപ്പിയാണ് വന്നിട്ടുള്ളത്. കിഡിലാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ വീട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഒരു 3 എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് തേങ്ങ, ചെറിയ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, ഇത്രയും കുറച്ച് വെള്ളം ചേർന്ന് നല്ല രീതിക്ക് ഒന്ന് അരയ്ക്കുക. നല്ല രീതിക്ക് അരച്ചെടുക്കുക. പിന്നെ ഇതാ ഈ 3 മാങ്ങ നമ്മൾ അത് ഒരു ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മുളക് പൊടിയും ഉപ്പും പിന്നെ ഒരു ചെറിയ പച്ചമുളക് കൂടെ ഇട്ടിട്ട് ഞാൻ കൈ വെച്ചൊന്ന് ഞെരടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് ചെറിയൊരു പീസ് ശർക്കര കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം, ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നിങ്ങനെ ഒരു 2 തിളയൊക്കെ വരുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. പിന്നെ ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നല്ല രീതിക്ക് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി നിങ്ങൾ അരപ്പിലല്ല മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ മാമ്പഴത്തിലോട്ട് തന്നെ ഡയറക്റ്റ് എന്ത് ചെയ്യുക, മുളക് പൊടി ഇട്ട സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഞാൻ ഈ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് അതിൽ പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നല്ല രീതിക്ക് ഒന്ന് കുറുകി ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് പുളി കുറഞ്ഞിട്ടുള്ള തൈര് എന്ത് ചെയ്യണം ചേർത്ത് കൊടുക്കുകയാണ്, വളരെ കുറച്ച്. എന്നിട്ട് ഒന്ന് നല്ല രീതിക്ക് ഒന്ന് മിക്സായി കൊടുക്കുക. അത് കാണുമ്പോൾ കരുതും പിരിഞ്ഞു ഒന്നും പോവില്ല കേട്ടോ, നല്ല രീതിക്ക് തന്നെ കിട്ടും. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒന്നുകൂടെ ഒന്നിങ്ങനെ ചെറുതായ രീതിയിലൊന്ന് കുറുകി വന്നാൽ എന്ത് ചെയ്യാം, അതിലോട്ട് നമുക്കൊരു താളിപ്പ് തയ്യാറാക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നെയ്യിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, കുറച്ച് ഉലുവയും കടുകും ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, കുറച്ച് കറിവേപ്പില കൂടെ ആഡ് ചെയ്താൽ സംഭവം റെഡിയായി. ഇനി നിങ്ങൾക്ക് ഉണക്കമുളക് കയ്യിലുണ്ടെങ്കിൽ അത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിലുണ്ടായിട്ടില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.